പാലക്കാട് വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ഇന്ന് ടോൾ പിരിക്കില്ല. പ്രശ്നം ചർച്ച ചെയ്യണമെന്ന ജനപ്രതിനിധികളുടെ ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം. ടോൾ പ്ലാസയുടെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് മാത്രമാണ് നിലവിൽ പൂർണ്ണമായുള്ള സൗജന്യ യാത്ര ഉള്ളത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉണ്ട്. പ്രസാദ്, 10 കിലോമീറ്റർ വരെ സൗജന്യ യാത്ര വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ ടോൾ പിരിക്കില്ല എന്നുള്ളൊരു വിവരം വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, 10 കിലോമീറ്റർ വരെ എന്നുള്ളതല്ല. അതായത് ടോൾ പ്ലാസയോട് ചേർന്ന് കിടക്കുന്ന 6 പഞ്ചായത്തുകളിൽ നിലവിൽ സൗജന്യമായിട്ടാണ് ഇപ്പോൾ യാത്ര നടത്തുന്നത്. അതിനകത്തൊരു നിയന്ത്രണം വേണമെന്ന് ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞു. അവർ മുന്നോട്ട് വച്ചിട്ടുള്ളൊരു നിർദ്ദേശം, ടോൾ പ്ലാസയോട് ചേർന്നിട്ടുള്ള 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള യാത്രക്കാർക്ക്, വാഹനങ്ങളുള്ള ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യം. അതിനുശേഷം ഈ 6 പഞ്ചായത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രതിമാസം 340 രൂപ ഫീസ് നൽകിക്കൊണ്ട് ഒരു പാസ് നൽകാം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സൗജന്യം ഈ 6 പഞ്ചായത്തുകൾ, ആ പ്രദേശം ഉൾപ്പെടുന്ന വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പ്ര, പാണംചേരി, പുതുക്കോട് തുടങ്ങി 6 പഞ്ചായത്തുകളിലുള്ള ആളുകൾക്ക് മുഴുവനായും സൗജന്യം നൽകണമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് അനുവദിക്കാനാവില്ല എന്നുള്ളൊരു നിലപാടാണ് ടോൾ പ്ലാസ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്നു മുതൽ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരുമെന്ന് ഇവർ പറഞ്ഞിരുന്നു. 5 കിലോമീറ്ററിലുള്ളവർക്ക് മാത്രം സൗജന്യവും മറ്റുള്ളവർക്ക് നിശ്ചിത സൗജന്യ നിരക്കുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അത് ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനമെടുക്കാമെന്നുള്ളത് തരൂർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിപ്പോൾ താൽക്കാലികമായി ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരണമെന്ന് തന്നെയാണ് ടോൾ പ്ലാസയുടെ ആവശ്യം. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ 6 പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ അവരെല്ലാം തന്നെ തൃശ്ശൂരിലേക്ക് പോകേണ്ട ആളുകളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒന്നിലേറെ തവണ സ്ഥലത്ത് യാത്ര ചെയ്യേണ്ട ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിൽ ടോൾ നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ആ പഞ്ചായത്തിലുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുണ്ടാകും. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.